നമസ്കാരം. കേരളത്തിലെ ഒരു പ്രമുഖ പൗരപ്രമുഖൻ ഇന്ന് പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് പരാതികൾ കേരളത്തിലെ ഏകദേശം വിവിധ സ്റ്റേഷനിലായി ലക്ഷക്കണക്കിന് പരാതികൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ പരാതികളുടെ അവസ്ഥ എന്നുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കൃത്യമായ ഒരു PR വർക്കിന്റെ ബാക്കിപത്രമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് സർക്കാരിനെ ഭയങ്കരമായിട്ട് മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇവിടുത്തെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. നമസ്കാരം. കേരളത്തിലെ ഒരു പ്രമുഖ പൗരപ്രമുഖൻ ഇന്ന് പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഹണി റോസിന് നേരെ നടത്തിയ അശ്ലീല പരാമർശത്തിന്റെ പേരിലാണ് കേരള പോലീസ് വളരെ സാഹസികമായിട്ട് തന്നെ കേരളത്തിലെ സോഷ്യൽ മീഡിയ താരവും പ്രമുഖ ബിസിനസ് മാഗ്നറ്റും ഒക്കെ ആയിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആരും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു അറസ്റ്റ് ബോബി ചെമ്മണ്ണൂരിന് മേലിൽ പെട്ടെന്ന് ഉണ്ടാകുമെന്ന്. കാരണം ബോബി ചെമ്മണ്ണൂർ ലോകം അറിയപ്പെടുന്ന മറഡോണയുടെ കൂടുതൽ ബിസിനസ് പാർട്ണറായിട്ടുള്ള ഒരു അഖിലേന്ത്യാ വ്യവസായി എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ അന്തർദേശീയ വ്യവസായി എന്നൊക്കെ പറയാം. പക്ഷേ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിനെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നടത്തിയ ഏറ്റവും വലിയൊരു നീക്കമൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വ്യാഖ്യാനിക്കാൻ സാധിക്കും. പക്ഷേ അപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ഹണി റോസ് നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂർ ഇത്രയും പെട്ടെന്ന് അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ മുമ്പ് ഒരുപാട് പരാതികൾ കേരളത്തിലെ ഏകദേശം വിവിധ സ്റ്റേഷനിലായി ലക്ഷക്കണക്കിന് പരാതികൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ പരാതികളുടെ അവസ്ഥ എന്നുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സർക്കാരിന്റെ ഒരു മുഖമിനുക്കൽ പരിപാടി എന്ന പോലെ തന്നെ ഹണി റോസ് പരാതി നൽകുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പത്രമാധ്യമങ്ങളിൽ ഒരു വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഈ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഹണി റോസ് ഈ വ്യക്തി ആരാണ്, അതായത് ആദ്യം ഹണി റോസ് ഇട്ട പോസ്റ്റ് നമുക്കറിയാം. ഹണി റോസ് പറഞ്ഞിരിക്കുന്നു ഒരു പ്രമുഖനായ ഒരു വ്യക്തി തന്നെ നിരന്തരം ശല്യപ്പെടുത്തുന്നു, തന്റെ മനസമാധാനം കെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റാണ് ഇട്ടിരുന്നത്. അതിനുശേഷം പിന്നീട് അവർ പരസ്യമായിട്ട് ബോബി ചെമ്മണ്ണൂരാണെന്നും ബോബി ചെമ്മണ്ണൂർ തക്കതായിട്ടുള്ള ശിക്ഷ താങ്കളെ ഞാൻ ഇന്ത്യൻ നിയമത്തിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടാണ് ഈ ബോബി ചെമ്മണ്ണൂരാണ് തന്നെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആള് എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പേര് എല്ലാ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ ഇത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ബോബി ചെമ്മണ്ണൂരിന്റെ പല പ്രസ്താവനകളും അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പരാമർശിച്ചു പോകേണ്ടത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹണി റോസ് ഒരു സിനിമാ നടി ആയതുകൊണ്ടും പ്രശസ്തയായതുകൊണ്ടുമാണോ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു അറസ്റ്റ് നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം ഇത് സർക്കാരിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. കാരണം ഹണി റോസ് തന്നെ പറഞ്ഞു ഇത്രയും ശക്തമായ ഒരു ഭരണാധികാരി ഇവിടെയുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കുറ്റവാളിയെ പിടിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നൊക്കെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലായിട്ട് ലക്ഷക്കണക്കിന് കേസുകൾ സമാനമായ രീതിയിലുണ്ട്. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള വനിതാ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ, വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ, മറ്റ് വിവിധ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് പല ജോലി മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന വനിതകൾക്കെതിരെ ഇങ്ങനെയുള്ള അശ്ലീല കമന്റുകൾ ഇട്ടവരുടെ പേരിൽ പരാതികളുണ്ട്. പക്ഷെ ഈ പരാതികൾ ഒന്നും ഇപ്പോഴും അതിന്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ നടപടികളും ഈ ഇങ്ങനെയുള്ള കേസുകളിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം നമ്മൾ കാണാനായിട്ട്. നമ്മൾ വിവരാവകാശവും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അറിയാൻ സാധിക്കും കേരളത്തിൽ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള എത്ര കേസുകളുണ്ടെന്നും ഈ കേസുകളുടെ മേലുള്ള നടപടി എന്താകും എന്നുള്ളത്. ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത് ഇതൊന്നുമല്ല. കഴിഞ്ഞ 2 ദിവസമായിക്കൊണ്ട് പത്രമാധ്യമങ്ങൾ ഇതിനെ കൊട്ടിഘോഷിക്കുന്നു, സാമൂഹ്യ മാധ്യമങ്ങൾ ഇതിനെ കൊട്ടിഘോഷിക്കുന്നു. അതിനുശേഷം ഇത് വലിയൊരു പ്രശ്നമാക്കി ബോബി ചെമ്മണ്ണൂർ ചെയ്തിരിക്കുന്ന പ്രവർത്തനം ഒരു തരത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് കാരണം അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും, ഈ സ്ത്രീകളെ കുറിച്ചുള്ള പരാമർശങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഒക്കെ ഈ സമൂഹത്തിന് തന്നെ ഒരു അപമാനമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട്, ഇദ്ദേഹം ഇതിന്റെ മാനസിക നില വല്ലതും തകരാറിലാണോ എന്ന് നോക്കിയിട്ടുണ്ട്. ഇദ്ദേഹം നടത്തുന്ന പല സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ ഒരു വമ്പൻ തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കാത്ത ഒരേ ഒരാളുകൾ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാരാണ് എന്ന് നമ്മൾ കരുതണം. കാരണം ഇദ്ദേഹത്തിന്റെ മലങ്കര മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി, അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ചില പദ്ധതികൾ, അദ്ദേഹത്തിന്റെ ചില പരിപാടികളെല്ലാം ഒരു തട്ടിപ്പിന്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമാകുന്ന രീതിയിലാണെങ്കിലും പക്ഷേ നിയമപരമായിട്ട് ഗവൺമെന്റോ ഉദ്യോഗസ്ഥരോ ഒന്നും അനങ്ങുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2 ദിവസമായി പെട്ടെന്ന് തന്നെ മാധ്യമങ്ങളിൽ ഈ ഒരു വിഷയം ഉയർന്നു വരികയും അതിനുശേഷം ഇന്ന് രാവിലെ തന്നെ വളരെ അതിസാഹസികമായിട്ട് ബോബിയെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ പിണറായി വിജയൻ എന്നയാള് വീണ്ടും മഹത്വവൽക്കരിക്കപ്പെടുന്നു. കൃത്യമായ ഒരു PR വർക്കിന്റെ ബാക്കിപത്രമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇതോടുകൂടി കേരളത്തിലെ സർക്കാർ
വളരെ ശക്തമായ ഒരു ഭരണകൂടമാണ് ഇവിടെയുള്ളതെന്നും പെട്ടെന്ന് തന്നെ നടപടികൾ സ്വീകരിക്കുന്ന ഒരു പോലീസാണ് എന്നൊക്കെ സമൂഹത്തിന് ഒരു തെറ്റായ ധാരണ നൽകുന്നതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം സംസ്ഥാനത്ത് ഇതുപോലുള്ള സമാനമായിട്ടുള്ള കേസുകൾ പലതുണ്ട്. ഒരു സിനിമാ നടി ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രശസ്തി ആയിക്കോട്ടെ, അതുകൊണ്ട് അവർക്ക് മാത്രം നീതിയും ബാക്കി ആർക്കും നീതി ലഭിക്കുന്നില്ല എന്ന ഒരു സത്യം ഇവിടെ നിലനിൽക്കെ തന്നെ സർക്കാരിനെ മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിനെ സർക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഏറെ അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഹണി റോസ് പരാതി നൽകുന്നു, അതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ നിയമ നടപടികൾ ഉണ്ടാകുന്നു, അഭിനന്ദനീയം തന്നെയാണ്. പക്ഷേ മറ്റു കേസുകളിൽ കൂടി സർക്കാരിന്റെ ശ്രദ്ധ ഉണ്ടാവണം എന്ന കാര്യമാണ് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം ഇത് സർക്കാരിനെ ഭയങ്കരമായിട്ട് മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇവിടുത്തെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. ഏതൊക്കെയായാലും ഹണി റോസിന്റെ പരാതി, ഒരു സ്ത്രീയുടെ പരാതിയിന്മേൽ സർക്കാർ അടിയന്തരമായിട്ട് തന്നെ തീരുമാനങ്ങളെടുത്തു, നടപടികളെടുത്തു, മാധ്യമങ്ങൾ അതിനെ കൊട്ടിഘോഷിക്കുന്നു, ഇതെല്ലാം നല്ലത് തന്നെ. പക്ഷേ ഇവിടെ സമാനമായ രീതിയിൽ മറ്റ് സ്ത്രീകൾക്കും നീതി ലഭിക്കേണ്ടതുണ്ട്. ആ നീതി ലഭിക്കുന്നതിനുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.